പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സ്നേഹിതരെ, പണ്ടൊരു പുഴയിൽ പതിവമല്ലി പതിരുകളിൽ വീടിന്റെ വീഴാൻ ഒരുങ്ങി നിന്ന് ഒരു തുള്ളി മഴവെള്ളം കുടിക്കാൻ, മനസ്സൊന്ന് തണുക്കാൻ കൊതിച്ചിട്ടൊരു കൊച്ചുരുമ്പ് വെള്ളത്തിൻ്റെയോടൊപ്പം പുഴയിൽ വീണു. പുഴയിലെ വെള്ളത്തിൽ മുങ്ങിയും ജോലിയോട് മറ്റിരുന്നത് മറക്കപ്പെട്ടു എന്നതിന്റെ അടുത്തുള്ള വാർത്തകളുടെ മണലും ധൈര്യം ഒഴുക്കത്തിട്ടു ഒരു പ്രാപിക്കാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ മനസ്സ് കണ്ടപ്പോൾ ഉറുമ്പ് ചായാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചിട്ട് അതിന്റെ കൊക്ക് കൊണ്ട് ഒരു വെയിലമുള്ളി ഒഴുക്കത്തിട്ടു. ആ ഇലയിൽ എഴുന്ന കയറി ഉറുമ്പ് കരക്കെടുത്തു. നന്ദിപൂർവ്വം പറഞ്ഞതെന്ന് നോക്കി, ഉറുമ്പൊന്ന് നോക്കി. താങ്ക് യു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഉറുമ്പിന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. താങ്ക് യു എന്ന് ഇംഗ്ലീഷിൽ പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിലായിക്കൂടെ നന്ദി എന്ന് പറയാമായിരുന്നു, പക്ഷെ മലയാളം അറിയില്ലല്ലോ. ഗുണപാഠത്തിന്റെ രണ്ടാം വശം, മരം ഒടുവിന്റെ കൂടത്തിൽ കൊണ്ടൊരു വേടൻ പറയെന്നിട്ട് രണ്ടു കൊടുത്തു. മരം മഴത്തിൽ നിന്ന് ഒരു വേടൻ പറയെണ്ണം വെച്ച് ചരം കൊടുക്കാൻ വേണ്ടി പുല്ല് കുളച്ചു നിൽക്കുമ്പോൾ ഉറുമ്പ് അവന്റെ കാലിൽ കടിച്ചൊരുക്കി. ലക്ഷ്യം പറ്റി അന്നുപോയി അരിപ്പാവ് രക്ഷയുന്നത്. ഇത് സാരോപവാസപ്രധാനമായ ഒരു കഥയാണത്. നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടണമെങ്കിൽ ചിൽഡ്രൻസ് സ്റ്റോൺസ് എന്ന പേരിലുള്ള കാസറ്റില് ഈ ഗാനവും അതിന്റെ ഗുണഭാഗവും കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായ രൂപം ഞാൻ എടുത്തിട്ടില്ല, അത്യാവശ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്നത്തെ സുശേഷത്തിന്റെ മുഴുവനിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായത്തിന് യോഹന്നാൻ ശ്ലീഹ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണിത്. ഞാൻ സാക്ഷാൽ മുന്തിരിത്തൊടിയാകുന്നു, എന്റെ പിതാവ് കൃഷിക്കാരനും. എന്നിൽ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെട്ടപ്പെട്ട ശാഖ പോലെ വാടി വരണ്ടു പോകും. എന്നിൽ നിങ്ങൾ വസിക്കുന്നെങ്കിൽ, നിങ്ങൾ ഫലം പ്രകടിപ്പിക്കുന്നെങ്കിൽ കൂടുതൽ ഫലം അറിയാനായി അതിനെ വെട്ടിയൊരുക്കുകയും തെറ്റി നിൽക്കുകയും കാരണം. ഒരു പൂക്കടയിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. മിക്കവാറും ബൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെടികൾ വയ്ക്കുന്ന വീട്ടിലേക്കാണുള്ള ബൊക്കെ വാങ്ങാനാണ് പോകാറ്. അവിടെ ചെല്ലുമ്പോൾ വളരെ കൃത്യമായി സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ ഒരു കഷ്ണം തെറ്റി കളഞ്ഞു, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കഷ്ണം തെറ്റി കളഞ്ഞു, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കഷ്ണം തെറ്റി കളഞ്ഞു. അവസാനം അയാളുടെ ഭാവന മുഴുവൻ വീണ് കഴിയുമ്പോൾ മനോഹരമായ ഇതൊക്കെയായിട്ട് മാറും. ആവശ്യമില്ലാത്തത് വെട്ടിക്കളയുമ്പോഴാണ് ഈ ഭംഗി കൂടുന്നത്. ആ ഭക്ഷണത്തിന് ഇന്നോട്ട് എന്ന് വെച്ചാൽ ഇത്രയും ഭംഗി ആകർഷകത്തിന് അത് ഉണ്ടാവില്ല. അവരാഗ്രഹിക്കുന്ന കളറില്, അവരാഗ്രഹിക്കുന്ന വലുപ്പത്തില്, അവരാഗ്രഹിക്കുന്ന സൗന്ദര്യത്തില് ആ ബൊക്കെ അണിയിച്ചെടുക്കാൻ ബുക്കടക്കാൻ സാധിക്കുന്നു. ഈ മുന്തിരിച്ചെടി അതിന്റെ ശാഖകളിൽ കിടന്നിനെ വെട്ടി നീക്കുന്നത് അതോടെ അവരുടെ ജീവിതം അവസാനിച്ചു മാത്രം. പിതാവിൽ നിന്ന് ഊർജ്ജം എടുത്തെടുത്തിട്ടാണ് പുത്രനായ ക്രിസ്തു ഇതൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത്, ഈ മൊബൈൽ ക്യാമറയിൽ സ്വീകരിക്കുന്നത് അതിന് ചാർജുണ്ട്. ആ ചാർജിങ്ങനെ പ്രസംഗം നടത്തുന്ന എന്തുപോയാൽ ചാർജ് ചെയ്യുമ്പോൾ പിന്നെ അത് പ്രവർത്തനരഹിതമായി തീരും. അതേസമയം അതിനകത്ത് ആവശ്യത്തിന് ചാർജുണ്ടെങ്കിൽ റെക്കോർഡിങ് കൃത്യമായി നടന്നു പോകും. അപ്പോൾ എന്നിൽ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഫലം നേടാൻ കഴിയില്ല. എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്, ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയാണ്. ഈ ഗുണപാഠം പഠിപ്പിക്കുന്നത് മറ്റൊരു ആശയമാണ്. പിതാവിനോട് ചേർന്ന് നിൽക്കുക. പുത്രനെ ശക്തി സംഭരിക്കുന്നതിലൂടെ നിങ്ങൾക്കും ശക്തി സംഭരിക്കാൻ സാധിക്കും. ഒരു വഴിയില് 12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ചുറ്റുകയും ഒടിയുമായി
ഈ കല്ലിന് തട്ടിയും മുട്ടിയും നിൽക്കുന്നത് കൗതുകതയോടെ കുറച്ചിലെടുത്തെന്ന് ചോദിച്ചു, മോനെന്താ ചെയ്യണേ? ഞാനൊരു മാലാഖയെ കൊത്തിയെടുക്കാണ്. മാലാഖിയാണ്. അപ്പൊ ഈ കല്ലില് ഒരു മാലാഖയുണ്ട്. ആ മാലാഖയെ കൊത്തിയെടുക്കാനാണ് ഞാൻ ഈ തട്ടിയും മുട്ടിയും കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് നിപൂർണമായ രൂപം കാണുന്നോ? 2 ദിവസം കഴിഞ്ഞ് വരും. ഞങ്ങൾ മാലാഖയെ കാണിച്ചു തരാം. ഞാൻ മാലാഖയെ കൊത്തിയെടുക്കുകയല്ല ചെയ്ത്, മാലാഖയ്ക്ക് തേരാത്ത കാര്യങ്ങളൊക്കെ തെറ്റിക്കളയുകയാണ് ചെയ്തത്. മാലാഖയ്ക്ക് തേരാത്തത് കൊത്തിക്കളഞ്ഞ് മാലാഖയ്ക്ക് ആവശ്യമുള്ളത് മാത്രം നിലനിർത്തി ഞാൻ ഈ ചിത്രങ്ങൾ ചെയ്തത് നിങ്ങൾ കാണും. ആ ബാലനാരായണ ലോകം നിന്നും ലോകത്തെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഏറ്റവും വലിയ ശില്പിയായി, ഏറ്റവും കഴിവിട്ട ശില്പിയായിട്ട് അറിയപ്പെടുന്ന മൈക്കൽ ആഞ്ചലോ, നിങ്ങളൊക്കെ പേര് കേട്ടിട്ടുണ്ട്. കാരണം മോസസ് എന്ന മനോഹരമായ ഒരു ശില്പമുണ്ട് അദ്ദേഹത്തിന്റെ, ദാവീദിന്റെ ഒരു ശില്പമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്നത് പിയത്ത, ദയ എന്ന അർത്ഥമുള്ള പിയത്ത, ജാഗര മാതാവ് തന്റെ പുത്രന്റെ മൃതമായ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന ദൃശ്യം ഒറ്റ മാർബിൾ ശിലയില് കൊത്തിയെടുത്ത് ഈ 12 വയസ്സുകാരനായ മൈക്കലാഞ്ചലോയുടെ വളരെ വ്യക്തമായ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതിന് ഇപ്പോൾ രീതിയൊക്കെ പറയുന്നുണ്ട്. രവിയുടെ ചിത്രം, ആ ചിത്രം കാണുന്നവർക്ക് ദയജനമാവുന്ന വിധത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ദയ അല്ലെങ്കിൽ പിറ്റി അല്ലെങ്കിൽ പിയത്ത എന്നതൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പ്രധാനമായും ഈ മാതാഖയെ പറ്റി പറഞ്ഞതുപോലെ മാതാഖയ്ക്ക് ചേരാത്തതൊക്കെ കൊത്തിക്കളയാണ് ചെയ്തത്. നിങ്ങളുടെ വീടുകളിൽ കുഞ്ഞു മക്കളുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും. അവരുടെയൊക്കെ ജീവിതത്തിൽ മാലാഖയ്ക്ക് ചേരുന്നത് മാത്രം നിലനിർത്തിക്കൊണ്ട് മാലാഖയ്ക്ക് ചേരാത്തതൊക്കെ കൊത്തിക്കളഞ്ഞുകൊണ്ട് മനോഹരമായ ശില്പങ്ങളാക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും ഗുരുമുകൾക്കും സാധിക്കും. അതാണ് അവരുടെ കടമ. മക്കൾക്ക് വളരെ ആത്മാർത്ഥതയുള്ള, സത്യസന്ധനായ, സ്നേഹസമ്പന്നനായ, വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു ആചാര്യന് തന്റെ ശിഷ്യഗണങ്ങൾക്ക് മുഴുവൻ ഈ ഗുണഗണങ്ങളൊക്കെ കൈമാറാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഈ ഉപമാരൂപത്തില് മുഖമാനസിക പറയുന്നത് പോലെ എന്നിൽ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെട്ടിമാറ്റപ്പെടും. ഫലം നൽകാൻ കൂടുതൽ വെട്ടിയെടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടില് ഈ മുന്തിരിത്തോട്ടമെല്ലാം അറിയുന്നില്ലല്ലോ. ഒരു കാര്യം കൊണ്ട് എന്തിനാണെന്നൊന്നും നമുക്ക് അത്ര വ്യക്തമാവില്ല. പക്ഷെ പാലസ്തീനായാലും ജനങ്ങൾക്ക് വളരെ വ്യക്തമായിരുന്നു. അവർക്ക് മുന്തിരിത്തോട്ടം അവർ ചെയ്യാറുള്ളത് അവർക്കറിയാം. നമ്മുടെ പച്ചക്കറിത്തോട്ടങ്ങളിൽ നമുക്കറിയാം. വെറുതെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സമഗ്രമായി ഉണ്ടാകുന്ന ഒരു പടവരങ്ങയുടെ 1 ഇഞ്ച് നേരെയുള്ള ആ പടവരങ്ങയിൽ നമ്മളൊരു കല്ല് കെട്ടിത്തെറ്റിടും. അപ്പൊ വളഞ്ഞ പുളഞ്ഞ പോകാതെ നേരെ ഈ പടവരം നീണ്ടങ്ങനെ പോകും. എന്നിട്ട് പലപ്പോഴും ഒരാൾ വീഴുള്ള അത്രയും വീഴുള്ള പടവരഞ്ഞ ഒരു തൊഴിലും വളയില്ലാതെ ആ കല്ലിന്റെ ഭാരം കൊണ്ട് അത് താഴേക്ക് ഞാൻ നീട്ടി നിൽക്കും. ഓരോ ദിവസവും നമ്മൾ നോക്കിയാൽ അല്പം കൂടി എന്തായിട്ടുണ്ടല്ലോ, അല്പം കൂടി എന്തായിട്ടുണ്ടല്ലോ, ഇന്ന് വെട്ടിയാലോ വേണ്ട, അതിന്റെ വളർച്ച പൂർത്തിയായിട്ടില്ല, നാളെയോ ഒരു ദിവസം കൊണ്ട് ഇത്ര പറഞ്ഞതോ വളരും. അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, കർഷകന്റെ മകനെന്ന നിലയ്ക്ക് ഈ പണി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുമ്പോഴൊക്കെ മണ്ണിനോട് മല്ലിട്ട് പാടുപെട്ട് പാടത്തും പറമ്പിലും പണിയെടുത്ത് മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ അഭിമാനത്തോടെ ഓർക്കുന്നതിന് കാരണം അവർ ഞങ്ങളിലുള്ള മാലാഖയ്ക്ക് കേരളത്തിലൊക്കെ വെട്ടിത്തെറ്റിക്കളഞ്ഞ് മാലാഖയ്ക്ക് ആവശ്യമില്ലാത്തതൊക്കെ എത്തിക്കളഞ്ഞ ശേഷം ലഭിക്കുന്ന ആ മാലാഖയെ പോലെ ഞങ്ങളെ വളർത്തിയെടുക്കാനായി ആഗ്രഹിച്ചു, കൊതിച്ചു, ശ്രമിച്ചു, പരിശ്രമിച്ചു, വിജയിച്ചു. ഇതുപോലെ അവരുടെ ജീവിതത്തില് ഈ വ്യക്തികളെ നമ്മളൊന്ന് ശ്രമിക്കുന്നത് ഈ ഇത്തര പ്രക്രിയയും പാടും കൂടി ഒന്ന് പറഞ്ഞാൽ വേഗം അവസാനിപ്പിക്കാൻ ദീപിപ്പിക്കാതെ നോക്കാം. ഒന്ന്, ഒടുവിൽ കുരിശിൽ നിന്ന് ഇറക്കിയ ജഡം
താഴെയും ദുഃഖത്തിനും സൂര്യശിലയായി തീർന്നവരല്ല. മടിത്തട്ടിൽ പണിക്കിടത്തി വാത്സല്യാദ്രം എന്റെ മകന്റെ ആവിത്തനത്തെത്തി ഗാത്രം. കരയുവാൻ കണ്ണുകളില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ എഴുതാതെ എരിഞ്ഞും ഒരു ഉദ്ധാപം പോലെ അമ്മയെ ഇട്ടു. അമ്മയെ വർണ്ണിക്കുന്ന ഓരോ കുടുംബത്തിന്റെ പ്രത്യേക വാക്കുകളാണ് ഈ പറഞ്ഞു വെച്ചത്. നമ്മുടെ കുടുംബത്തിലും മാതാപിതാക്കൾ മാതൃകകളാകണം. ജീവിക്കുന്ന മാതൃകകള്, ചതിക്കുന്ന മാതൃകകള്, അധ്വാനിക്കുന്ന മാതൃകകള്, പഠിപ്പിക്കുന്ന മാതൃകകള്, ഗുണപാഠകഥകളിലൂടെ നമ്മളെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന സഹോദര കഥകൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ മുത്തശ്ശിമാരും മുസ്ലിംമാരും ഒക്കെ അവരുടെ കണ്ണുകളായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് താൻ ആരായിരിക്കുന്നു എന്തായിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം ഈ യോഹന്നാൻ സ്ലീഹയ്ക്ക് പുസ്തകമുണ്ട്. യേശുവിനെ കൊണ്ട് താൻ ആരാണ് എന്ന് പറയുകയാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, ഞാൻ ദുഃഖത്തിൽ പറഞ്ഞുള്ള ജീവനുള്ള അപ്പമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ നല്ല ഇടവനാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. ഇങ്ങനെ സ്വയം താനാരാണെന്ന് പ്രഖ്യാപിക്കുന്ന വാക്കുകളിലൂടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യോഹന്നാൻ സ്ലീഹയെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ യാത്ര, സത്യം അന്വേഷിച്ചറിയാനുള്ള യാത്ര നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കണം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലകൊള്ളുന്നത്. ഒരു പിതാവോ മാതാവോ ദുർമാതൃക നൽകിയിട്ട് സന്മാതൃക നൽകാൻ അവർ പറഞ്ഞാൽ അവരൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. സന്മാതൃക നൽകിയിട്ട് അവർക്ക് വേണ്ടത്ര പ്രചോദനം നൽകിയിട്ട് അവരെ ഒന്ന് വെട്ടിയൊരുക്കി അവരെ ആവശ്യത്തോടെ നോക്കിയെടുക്കുന്ന പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാതാവോ പിതാവോ ഗുരുനാഥനോ പരിശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി തീരും. അതിന് നല്ലവനായ ദൈവം നമുക്ക് അനുഗ്രഹം വർഷിക്കട്ടെ. പ്രാർത്ഥനയുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.